ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജയറാം ജയിലിൽ മരിച്ചു കിടക്കുന്നതായി രാജലക്ഷ്മി അമ്മ സ്വപ്നം കാണുന്നു. പിന്നെ മറ്റു കുറേ കാര്യങ്ങളും സ്വപ്നത്തിൽ തെളിയുന്നുണ്ട്. ഒരാൾ വാളെടുക്കുന്നു, പിന്നെ ജയറാമിനെ ഒരാൾ കൊല്ലുന്നു, പിന്നെ ആ നാഗദൈവം, നാഗങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും സ്വപ്നത്തിൽ കാണുകയാണ്. മോനെ എന്ന് വിളിച്ച് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് രാജലക്ഷ്മി അമ്മ. അരികിൽ കിടന്ന കൈമുള്ളും എഴുന്നേറ്റിട്ട് എന്താ രാജലക്ഷ്മി, പറയേ, എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നു. നീ പേക്കിനാ പോലൊന്ന് കണ്ടോ എന്ന് ചോദിക്കുന്നു. എന്തോ അനർത്ഥങ്ങൾ നടക്കാൻ പോകുന്നു കൈമളേട്ടാ എന്ന് രാജലക്ഷ്മി പറയുന്നു. അതെ, ദുസ്വപ്നങ്ങളാണ്. ഇന്ന് രാത്രിയിൽ കുന്നത്തുകാവിൽ പൂജയായിരുന്നു. എന്തെങ്കിലും ദുസ്വപ്നം കണ്ടാൽ അത് അതേപടി പാലിക്കുമെന്നാ പറയുന്നത്. നീ പേടിക്കാതെ, മനസ്സിലോരോ വിചാരങ്ങളുമായി കിടന്നോണ്ടാ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. ഒന്നും ഉണ്ടാവില്ലെന്നേ. ചെമ്പകമംഗലത്തെ രക്ഷയും കാവലും ഐശ്വര്യവും സമ്പത്തുമായ ഉടവാള് നമ്മുടെ നിലവറയിലിരിക്കുന്ന കാലത്തോളം ഈ തറവാട്ടിൽ ആർക്കും ഒരാപത്തും സംഭവിക്കില്ല. നീ മഹാദേവനെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ നോക്ക്, പേടിക്കണ്ട, രാമനാമം ജപിച്ചാലും മതിയെന്ന് കൈമൾ പറയുന്നു. അങ്ങനെ ഇപ്പോൾ രാമനാമം ജപിച്ച് കിടന്നുറങ്ങുകയാണ് രാജലക്ഷ്മി. കിടക്കുന്നില്ല, ഇങ്ങനെ ജപിച്ചു കൊണ്ടിരിക്കുന്നു. ഇതേസമയം വാളുമായി വരികയാണ് സാവിത്രി. ആ വാളിപ്പോൾ സാവിത്രിയുടെ കയ്യിലാണ്. മൈഥിലിയാണെങ്കിൽ താക്കോലുമായി നിൽക്കുന്നതേയുള്ളൂ. എന്നാൽ വാളിപ്പോൾ സാവിത്രി കൈപ്പറ്റിയിരിക്കുന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മൈഥിലി ഇപ്പോൾ മുറിക്ക് പുറത്തേക്ക് വന്നു. ആരും എന്നെ കാണാൻ ഇടവരുതേ, കണ്ടാൽ ഇന്ന് രാത്രി എൻ്റെ കാര്യം പോക്ക എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു. എന്നാൽ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് മൈഥിലി. ഒന്നുമില്ല, മച്ചും പുറത്തുകൂടി എലികൾ ഓടിയതാണ് എന്നൊക്കെ ഇങ്ങനെ മൈഥിലി വിചാരിക്കുന്നു. മെല്ലെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മൈഥിലി. പെട്ടെന്ന് മൈഥിലിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. വിളിക്കുന്നത് വൈശാഖ്. ഫോൺ സൈലന്റ് മോഡിൽ വെച്ചത് കാര്യമായി എന്നൊക്കെ വിചാരിച്ച് മൈഥിലി ഫോൺ എടുത്തു. എടാ, ഞാൻ ആ വാളെടുക്കാൻ പോവുക, നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്നൊക്കെ മൈഥിലി പറയുന്നു. നീ എന്തെങ്കിലും മണ്ടത്തരം ചെയ്യാതിരിക്കാനാണ് ഞാൻ കൂടെ വിളിക്കുന്നതെന്ന് വൈശാഖ്. ഇനി ആരെങ്കിലും കണ്ടു വന്നാൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതിയിട്ടില്ലേ എന്ന് വൈശാഖ് ചോദിക്കുന്നു. ഉണ്ട്, അറിയാം, ഇത് ഞാൻ മണപ്പിച്ചോളാം എന്ന് മൈഥിലി പറയുന്നു. മൈഥിലിയുടെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്. നീ തൽക്കാലം ഫോൺ വെക്കുമെന്ന് മൈഥിലി പറയുന്നു. അങ്ങനെ വൈശാഖ് ഫോൺ വെച്ചു. മൈഥിലി മുകളിൽ എത്തിയിരിക്കുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് ആരോ പോകുന്നതായി ഒരു നിഴല് കാണുന്നു. ഒന്ന് ഭയത്തോടെ നിൽക്കുകയാണ്. ആരുമില്ല, പേടികൊണ്ട് എനിക്ക് തോന്നിയതാണ് എന്ന് വീണ്ടും മൈഥിലി വിചാരിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ മൈഥിലി ഇപ്പോൾ നിലവറയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് നിലവറ തുറന്നിരിക്കുകയാണ് മൈഥിലി. വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. ആ വാള് കണ്ട് വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് മൈഥിലി വാളെടുത്തു. എന്നാൽ മൈഥിലി തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കാല് തട്ടി അവിടെ നിന്നും ഒരു നിലവിളക്ക് താഴേക്ക് ഉരുണ്ടു പോകുന്നു. മാലതി എഴുന്നേറ്റിട്ട് മനസ്സിൽ വിചാരിക്കുന്നു, മൈഥിലി അവളുടെ പണി തുടങ്ങി. ഒരു കുഴപ്പവും കൂടാതെ വാൾ അവളുടെ കയ്യിൽ കിട്ടണേ എൻ്റെ ഭഗവാനെ എന്നൊക്കെ മാലതി മനസ്സിൽ വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മൈഥിലി ആ വാളുമായി പോകാൻ തുടങ്ങിയപ്പോൾ അതാ മുന്നിൽ നിൽക്കുന്നു മീനാക്ഷി വളരെ ദേഷ്യത്തോടെ മൈഥിലിയുടെ മുന്നിൽ നിൽക്കുന്നു. പേടിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മൈഥിലി. ഇതായിരുന്നു നിന്റെ ലക്ഷ്യമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതാണ് ഞാൻ നിന്നെ പിന്തുടർന്നതും ഇപ്പോൾ പിടികൂടിയതുമെന്ന് മീനാക്ഷി പറയുന്നു. പരദൈവങ്ങൾ കാവൽ നിൽക്കുന്ന ഈ ഉടവാളിന് എൻ്റെ മനസ്സും കാവലുണ്ടായിരുന്നു. ഇതും കൊണ്ട് രക്ഷപ്പെടാമെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. ഇനി നിനക്ക് രക്ഷയില്ല. നീ ഇവിടുന്ന് നേരെ പോകുന്നത് പോലീസ് കസ്റ്റഡിയിലേക്കാണ് എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ മൈഥിലി ഇങ്ങനെ പേടി അഭിനയിച്ച് മീനാക്ഷിയുടെ മുന്നിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നു, മീനാക്ഷി, നീ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ. മിണ്ടരുത് നീ എന്ന് മീനാക്ഷി ദേഷ്യത്തോടെ പറയുന്നു. ചതിക്കല്ലേ മീനാക്ഷി, ഞാൻ നിന്റെ കാലിൽ വീഴാം എന്നൊക്കെ പറഞ്ഞ് മൈഥിലി കാലിൽ വീഴുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട്. എന്നാൽ മീനാക്ഷി പറയുന്നു, നീ അനങ്ങരുത്, ഞാൻ എല്ലാവരെയും ഇത് വിളിച്ച് അറിയിക്കാൻ പോവുകയാണെന്ന്. എന്നോട് കരുണ കാണിക്കണം മീനാക്ഷി, ആരെയും വിളിച്ച് അറിയിക്കരുത്, ഞാൻ നിന്റെ കാലിൽ വീഴാം എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കാല് പിടിക്കുകയാണ് മൈഥിലി. ഈ സമയം പെട്ടെന്ന് മാലതി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മൈഥിലി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. എടേ, കറണ്ട് പോയി തക്കത്തിന് നീ രക്ഷപ്പെടാന്ന് കരുതണ്ടെന്നൊക്കെ മീനാക്ഷി പറയുന്നു. എന്നാൽ പെട്ടെന്നാണ് മൈഥിലിയുടെ കയ്യിലിരുന്ന ആ മരുന്ന് മീനാക്ഷിയെ മണപ്പിക്കുന്നത്. അതോടെ മീനാക്ഷിയുടെ ബോധം പോയി. നീ എന്നോടാ മത്സരിക്കുന്നത് അല്ലേ, ഇന്ന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് മൈഥിലി. ഇതാണ് വാദി പ്രതിയാകുന്ന കാഴ്ച. ഇനി മുതൽ എല്ലാവരും നിന്നെ സംശയിക്കും. നീ ചെമ്പകമംഗലത്തിന്റെ ശത്രു, ഞാൻ മിത്രം എന്നൊക്കെ മൈഥിലി പറയുന്നു. ഈ സമയം കാർത്തി നല്ല ഉറക്കത്തിലായിരുന്നു. കാർത്തിയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണിപ്പോൾ മൈഥിലി. കാർത്തി ഇങ്ങനെ നോക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന കാർത്തിയുടെ തൊട്ടരികിലിരിക്കുകയാണ് മൈഥിലി. എന്തായാലും നിന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ ഞാൻ, എന്നിട്ടും നീ ആ നശിച്ച മീനാക്ഷിയോടൊപ്പം നിന്ന് നീ എന്നെ ഉപദ്രവിക്കുന്നു.
നിന്നെ ഞാൻ നാണക്കെടുത്തും, നിന്റെ സ്വസ്ഥത ഞാൻ തകർക്കും എന്നൊക്കെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ മൈഥിലി അവിടെ നിന്നും എഴുന്നേറ്റ് കാർത്തിയുടെ മുറിയുടെ ആ വാതിൽ പൂട്ടുന്നു. കാർത്തിയുടെ തൊട്ടരികിൽ വന്ന് കിടക്കുകയാണ് മൈഥിലി. ഇതൊന്നും കാർത്തി അറിയുന്നില്ല. കാർത്തി അറിയാതെ തന്നെ കാർത്തിയോടൊപ്പം ചേർന്ന് കിടക്കുകയാണ് മൈഥിലി. എന്നിട്ട് കാർത്തിയുടെ കൈയെടുത്ത് മൈഥിലിയുടെ ശരീരത്ത് വെക്കുകയാണ് മൈഥിലി. എന്നാൽ ഈ സമയം മീനാക്ഷി അവിടെ അങ്ങനെ കിടക്കുന്നു. ജയറാമിനെ കാത്ത് ആ ഉമ്മറപ്പടിയിൽ അങ്ങനെ ഇരിക്കുകയാണ് നന്ദിനി. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ. കൈമൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. രാജലക്ഷ്മി അവിടേക്ക് വന്നു. പത്രപാരായണം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ച് രാജലക്ഷ്മി വന്നു. ഇന്ന് ക്ഷേത്രത്തിലെ ഉത്സവമല്ലേ, ഉടവാൾ എന്ന് കൈമാറണം. ഉടവാൾ താൽക്കാലികമായി കൈമാറുമ്പോൾ ചടങ്ങുകളെല്ലാം പഴയതുപോലെയല്ലേ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ കൈമൾ പറയുന്നു, പുതിയതായി ഒന്നും പറയാത്ത സ്ഥിതിക്ക് ചടങ്ങുകളെല്ലാം പഴയതുപോലെ തന്നെ ആയിരിക്കും. ആചാരപ്രകാരം തിരുമേനിയും ഭക്തജനങ്ങളും എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരും. പണ്ടൊക്കെ ആനകളെ എഴുന്നള്ളിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോഴൊക്കെ കോടതി വിലക്കുണ്ട്. അവരെല്ലാവരും കൂടി വരുമ്പോൾ നമ്മൾ എല്ലാവരും ഭക്തി ആദരവപൂർവ്വം വാൾ അവർക്ക് കൈമാറണം. അത്രയാണ് ചെയ്യേണ്ടത്. ഉത്സവം കഴിയുമ്പോൾ അവർ വാള് തിരികെ കൊണ്ടുവന്ന് തരികയും ചെയ്യുമെന്ന് പറയുന്നു. നന്ദിനി ചായയുമായി അവിടേക്ക് വന്നു. സാവിത്രി എവിടെ, എഴുന്നേറ്റ് വന്നില്ലേ എന്ന് ചോദിക്കുന്നു. സാവിത്രി ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ എന്ന് നന്ദിനി പറയുന്നു. ഇങ്ങനെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തി എനിക്ക് സാവിത്രിയെക്കുറിച്ച് അമ്മ പറയുന്നു. രാത്രി വളരെ വൈകി രാമേട്ടൻ്റെ കോള് വന്നിട്ടുണ്ടാകും, അതാണ് ഉറങ്ങാൻ താമസിക്കുന്നത് എന്നൊക്കെ നന്ദിനിയും പറയുന്നു. എല്ലാവരും അവളെ ന്യായീകരിച്ചു എന്ന് അമ്മയും. അതല്ലമ്മേ, ഞാനും ഇത്തിരി താമസിച്ചാണ് എഴുന്നേറ്റതെന്ന് നന്ദിനി. അത് മോളുടെ മുഖത്ത് കാണാനുണ്ടെന്ന് കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, എന്ത് പറ്റി, ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ എന്ന്. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, അതിനുശേഷം ഉറക്കം വന്നില്ലെന്ന് നന്ദിനി. വെറുതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയായിരുന്നു. നേരം വെളുക്കാറായപ്പോഴാ ഒന്ന് മയങ്ങിയതെന്ന് നന്ദിനി പറയുമ്പോൾ നീ എന്താണ് സ്വപ്നം കണ്ടതെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു. അത് ഇന്നലെ പാതിരാവായപ്പോൾ എന്ന് പറഞ്ഞ് ജയറാം തൻ്റെ അരികിൽ വന്ന കാര്യങ്ങളും ഭക്ഷണം കഴിക്കുന്നത് പോലെ തോന്നിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്ദിനി അമ്മയോടും അച്ഛനോടും പറയുന്നു. ജേട്ടനെ ഉടനെ കാണണമെന്നൊരു തോന്നൽ മനസ്സിൽ, ഈ സ്വപ്നം കൂടി കണ്ടപ്പോൾ ഇരട്ടിയായി എന്ന് നന്ദിനി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, എനിക്കും അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഉടവാള കൊടുപ്പും ഉത്സവ ചടങ്ങും കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഉടവാൾ ഏറ്റുവാങ്ങാനായി ആ തന്ത്രിയും മറ്റും ഇപ്പോൾ വരുമെന്ന് രാജലക്ഷ്മി. ഇത് കേട്ട് സാവിത്രി അവിടേക്ക് വന്ന് ടെൻഷനോട് നിൽക്കുന്നു. അത് ആചാരപ്രകാരം തന്ത്രിക്ക് കൈമാറേണ്ടത് മീനാക്ഷിയും മറ്റ് തറവാട്ടിലെ പെണ്ണുങ്ങളും കൂടിയാണെന്നും പറയുന്നു. മീനാക്ഷി ഇതുവരെ എഴുന്നേറ്റ് വന്നില്ല, നീ പോയി അവളെ ഒന്ന് വിളിച്ചേ എന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പോൾ സാവിത്രി ടെൻഷനോടെ നിൽക്കുന്നു. ഞാൻ സാവിത്രിക്കൊരു ചായ കൊടുത്തിട്ട് മീനാക്ഷി വിളിക്കാമെന്ന് നന്ദിനി. നിനക്ക് എന്ത് പറ്റി, മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ എന്നൊക്കെ രാജലക്ഷ്മി. ഒന്നുമില്ല എന്ന് സാവിത്രി പറയുമ്പോൾ രാമഭദ്രനുമായി ഇന്നലെ ഫോൺ ചെയ്ത് വഴക്കുണ്ടാക്കിയോ എന്ന് അമ്മ ചോദിക്കുന്നു. ഇല്ലെന്ന് സാവിത്രിയും. രാജലക്ഷ്മി സാവിത്രിയുടെ മുഖത്തെ ആ കള്ള ലക്ഷണം ശ്രദ്ധിക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.